കാൽച്ചോട്ടിലെ അവസാന മണ്ണും ഒലിച്ചു പോകുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് ഈ അടുത്ത കാലത്തായി പറയുന്ന വാഗ്ദാനങ്ങളിൽ ഒന്നാണ് മുസ്ലിങ്ങൾക്ക് സംവരണം നൽകും എന്നുള്ളത്. അത് വിവിധ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതിന് മറുപടിയുമായി പലപ്പോഴും രംഗത്തെത്താറുള്ളത് അമിത്ഷായാണ്. അമിത്ഷാ പറയുന്നത് ഒരിക്കലും സാധ്യമാകാത്തൊരു കാര്യമാണ് മുസ്ലിങ്ങൾക്ക് സംവരണം. മതാടിസ്ഥാനത്തിൽ ഈ രാജ്യത്ത് സംവരണം നൽകാൻ കഴിയില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറയുകയും ചെയ്തു. ഭരണഘടന ഉദ്ധരിച്ച് തന്നെയായിരുന്നു അദ്ദേഹം പല വേദികളിലും അത് പറഞ്ഞത്. ഇപ്പോഴത്തെ സുപ്രീം കോടതിയും അതിനെ ശരിവച്ചിരിക്കുന്നു. ഈ കേസിന് ആസ്പദമായി വന്ന ഒരു കൂട്ടം ഹർജികളാണ്. ബംഗാൾ സർക്കാർ അവിടുത്തെ മുസ്ലിങ്ങൾക്കിടയിലുള്ള 77 വിഭാഗങ്ങളെ OBC ലിസ്റ്റിൽ പെടുത്തിയിരിക്കുന്നു. ഇവർക്ക് 2010 മുതൽ സംവരണം നൽകുകയും ചെയ്തിരിക്കുന്നു. ഏതാണ്ട് 5 ലക്ഷം പേർ ഇത്തരത്തിൽ സ്വകാര്യ അതുപോലെ തന്നെ സർക്കാർ ജോലികളിൽ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നു. ഇത് ബംഗാൾ ഹൈക്കോടതി റദ്ദ് ചെയ്തു. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ എത്തിയപ്പോഴാണ് സുപ്രീം കോടതി പറഞ്ഞത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംവരണം നൽകാൻ കഴിയില്ല. സംവരണം എന്ന് പറയുന്നത് ഏറ്റവും പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന SC ST ഉൾപ്പെടെയുള്ള വിഭാഗങ്ങളെ മുൻനിരയിൽ കൊണ്ടുവരുന്നതിനായിട്ട് രൂപം കൊണ്ടതാണ്, അല്ലെങ്കിൽ വിഭാവനം ചെയ്തതാണ് സംവരണം. അതുകൊണ്ട് ഹിന്ദു മതത്തിൽ തന്നെ പെടുന്ന ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കാണ് ഈ സംവരണം പറയുന്നത്. ഇതിൽ മുസ്ലിങ്ങൾക്ക് സംവരണം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും പറയുന്നുമില്ല. ഇതിനിടയിലാണ് ജസ്റ്റിസ് BR ഗവായി, വിശ്വനാഥൻ അടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചത് മതാടിസ്ഥാനത്തിൽ സംവരണം നൽകാൻ കഴിയില്ല. ഒപ്പം തന്നെ ബംഗാൾ സർക്കാരിനോട് സുപ്രീം കോടതി ചോദിച്ചത് എങ്ങനെയാണ് മുസ്ലിങ്ങൾക്കിടയിൽ ഈ 77 ഉപവിഭാഗങ്ങൾ വന്നതും അവർ പിന്നോക്കക്കാരായി മാറിയതും എന്നാണ്. ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. മുസ്ലിം എന്ന് പറഞ്ഞാൽ ഒരു മതമായി നിലകൊള്ളുകയും ഇന്ത്യയിൽ മാത്രം അതിന് ക്ലാസിഫിക്കേഷൻ വന്ന് SC ST വിഭാഗത്തിലേക്ക് എങ്ങനെ അവർ വരുന്നു എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കോടതി ഉന്നയിച്ചത്. ചോദ്യം ചോദിക്കുക മാത്രമല്ല, ഇതിനെക്കുറിച്ചൊരു വിശദീകരണവും ബംഗാൾ സർക്കാർ നൽകണമെന്ന് പറഞ്ഞു. ഇത് ആദ്യമായിട്ടല്ല. മുൻപ് ആന്ധ്രാപ്രദേശിലെ മുസ്ലിങ്ങൾക്ക് സംവരണം ചെയ്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആന്ധ്ര ഹൈക്കോടതിയിൽ പോയിരുന്നു. ആന്ധ്ര ഹൈക്കോടതി ആ സംവരണം റദ്ദ് ചെയ്യുകയും ചെയ്തിരുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ അമിത്ഷാ പറഞ്ഞത് തന്നെയാണ് സത്യം. ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് മതാടിസ്ഥാനത്തിൽ സംവരണം നൽകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ മുസ്ലിം വിഭാഗത്തെ പ്രീണിപ്പിക്കാനും പറ്റിക്കാനുമായിട്ടാണ് ഈ പ്രതിപക്ഷ പാർട്ടികൾ നിരന്തരം ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. ഏതായാലും അതിനിപ്പോൾ വ്യക്തത വന്നിരിക്കുന്നു. മുസ്ലിം മലയാളം.